എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 33 ശ്ലോകം 25, 26, 27, 28, 29 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. രാസക്രീഡ വർണ്ണനം തുടരുന്നു. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. തതശ്ച കൃഷ്ണോ ഭുവനേ ജലസ്ഥലപ്രസൂനഗന്ധാനിലജുഷ്ടദിക്തടേ ചചാര ഭൃംഗപ്രമദാഗണാവൃതോ യഥാ മദച്യുദ്വിരദ കരേണുഭി. അങ്ങനെ ജലക്രീഡയും സ്ഥലക്രീഡയും ഒക്കെ വർണ്ണിച്ചതിന് ശേഷം വനക്രീഡ വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ്. പിടിയാനകളോട് ചേർന്ന മത്തഗജം എന്ന പോലെ വണ്ടിൻ കൂട്ടത്താലും സ്ത്രീ സമൂഹത്താലും ചുറ്റപ്പെട്ടവനായിട്ട് അങ്ങനെ സുഗന്ധമുള്ള വായു നിറഞ്ഞിരിക്കുന്ന യമുനാദി നദീതീരത്തിലുള്ള കാടുകളിൽ ഭഗവാൻ അങ്ങനെ ഈ ഗോപസ്ത്രീകളോടുകൂടി സഞ്ചരിച്ചു. മത്തഗജത്തിന്റെ കവിൾത്തടത്തിൽ പറ്റിയിരിക്കുന്ന മദധാര കുടിക്കാൻ വണ്ടുകള് ആനയെ പിന്തുടർന്ന് സഞ്ചരിക്കുന്നത് പോലെ ഗോപികളുടെയും കൃഷ്ണന്റെയും ദേഹത്തിൽ കിടക്കുന്ന മാലകളുടെയും കാട്ടില് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെയും സൗരഭ്യ നിമിത്തം വണ്ടുകള് കൃഷ്ണന്റെ പിന്നാലെ അങ്ങനെ പറന്നുകൊണ്ടിരുന്നു. ഏവം ശശാങ്കാംശു വിരാജിതാ നിശാഃ സസത്യകാമോ അനുരതാബലാഗണ സിഷേവ ആത്മന്യവരുദ്ധ സൗരത സർവ ശരത്കാവ്യകഥാരസാശ്രയ. ഇതൊരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഇങ്ങനെ ഒന്നാമത്തെ രാത്രിയിൽ ചെയ്ത രാസക്രീഡ വിവരിച്ച ശേഷം മറ്റു രാത്രികളിൽ ഇതേപോലെ തന്നെ ക്രീഡിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാസക്രീഡ വർണ്ണനം ഉപസംഹരിക്കുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. ശരശ്ചന്ദ്രകാന്തിയാൽ ഉജ്ജ്വലിച്ചു കൊണ്ടിരുന്ന ആ രാത്രികളിലെല്ലാം ഇതേപോലെ ഭഗവാൻ ഗോപസ്ത്രീകളോടുകൂടി ക്രീഡിച്ചു. എന്തിനാ അപ്പൊ ഇത്രയധികം ദിവസം ക്രീഡിച്ചത് എന്ന് വെച്ചാൽ തന്നിൽ അനുരാഗമുള്ള ആ ഗോപികളുടെ ആ മനോരത്തെ പൂർണ്ണമായിട്ട് സാധിപ്പിക്കണം എന്നുള്ള അതിനുള്ള കരുണ ഭഗവാനുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തൊക്കെ ലീലകളാ ചെയ്തത്. ശരൽക്കാലത്തെയും ആ രാത്രികളെയും ഉദ്ദേശിച്ച് രസജ്ഞന്മാരായ കവികള് ഏതെല്ലാം കഥകളും രസങ്ങളും വർണ്ണിക്കുന്നുവോ ആ വിധ രസങ്ങൾക്ക് എല്ലാം ആശ്രയഭൂതങ്ങളായിരിക്കുന്ന പലവിധ ലീലകള് ഭഗവാൻ സ്വീകരിച്ചു. അനന്ത യുവതികളോടുകൂടി ഏകനായ ഭഗവാന് വിവിധ രതിലീലകൾ അനേകം അനുഷ്ഠിക്കാൻ എങ്ങനെ സാധിച്ചു? അതാണ് തന്റെ ശക്തി കൊണ്ട് കാമനെയും ജനിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ, അല്ലേ? അപ്പൊ ലീലാസമയത്തില് തന്റെ ചരമധാതുവിനെ, അതായത് ശുക്ലത്തെ തന്നിൽ തന്നെ നിരോധിച്ചതല്ലാതെ ഒരിക്കലും സ്ഖലിക്കാൻ സമ്മതിക്കാതിരുന്നതിനാൽ തന്നെ നിത്യാനന്ദ സ്വരൂപനും ആത്മാനന്ദത്തിൽ നിന്ന് ഏതു സമയത്തും തെറ്റാതെ ഇരിക്കുന്നവനുമായ ഭഗവാൻ സുരതസുഖത്തെ ആഗ്രഹിച്ച് ഗോപികളോട് രമിച്ചിട്ടില്ല. അവർ തന്നെ ഉദ്ദേശിച്ചു ചെയ്ത മനോരഥം സഫലമാക്കാൻ വേണ്ടി അവർക്ക് സംതൃപ്തി വരുന്നതുവരെ ശരത്കാല രാത്രികളിലെല്ലാം അവരോട് ഒരുമിച്ച് ക്രീഡിച്ചു. പ്രാകൃത സുരതജന്യ സുഖത്തിന് സൗരതം എന്ന പേര്. ആ സുഖം ഭഗവാനാൽ നിരോധിക്കപ്പെട്ടു എന്ന പദപ്രയോഗം. ആത്മന്യവരുദ്ധ സൗരത, ആ വാക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആ പദപ്രയോഗം രാസലീലയുടെ മർമ്മപ്രകാശമാണ്. അശ്ലീല ലേശസ്പർശവും ഈ ലീലയിലില്ലെന്ന് മധുരവും രസപുഷ്ടിഹേതുകവും ഗഹനാർത്ഥഗർഭവുമായ ആ 7 അക്ഷരം സ്പഷ്ടമാക്കിയിരിക്കണം. സപ്താക്ഷരി മന്ത്രമായിട്ട് അതിനെ നിരന്തരം സ്മരിക്കണം. ഹൃദയം ബുദ്ധമാകും. സംശയ വിപരീത ഭാവനകള് നിശേഷം നശിക്കും. നിത്യാനന്ദം സ്ഫുരിക്കും. രാധാകാന്തനായ ശ്രീ വേണുഗോപാലമൂർത്തിയെ സന്ദർശിക്കാൻ സാധിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ മഹാരാജ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയം മഹാരാജാവ് ചോദിക്കണു.
പരീക്ഷിത് മഹാരാജാവ്. രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ ഹംസേന ജഗദീശ്വര. രാജാവ് ചോദിച്ചു, ഇങ്ങനെ ഈ രാസലീല കേട്ട് രാജാവിന്റെ മനസ്സിൽ സംശയം ജനിച്ചതുകൊണ്ട് അതിന്റെ നിവൃത്തിക്ക് വേണ്ടി തനിക്ക് തോന്നിയ ആ വിരോധാഭിപ്രായം 3 ശ്ലോകങ്ങൾ കൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. ലോകത്തിന്റെ പാലകനും സ്വാമിയും നിയന്താവുമായ ഭഗവാൻ സ്വാംശഭൂതനായ ബലരാമനോടുകൂടി ഈ ലോകത്തിൽ അവതരിച്ചത് ലോകത്തിൽ അധികരിച്ചു വരുന്ന അധർമ്മത്തെ മുഴുവനും നശിപ്പിക്കാനും ധർമ്മത്തെ ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണെന്ന് ചെയ്യാണല്ലോ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ. അധർമ്മം വർദ്ധിച്ചും ധർമ്മം ക്ഷയിച്ചും വരുന്ന കാലത്തില് ഞാൻ അവതരിക്കും എന്നാണല്ലോ ഭഗവാൻ ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ. അതുകൊണ്ട് ആ പ്രതിജ്ഞ അനുസരിച്ച് തന്നെയാണ് ഭഗവത് അവതാരമെന്ന്, അങ്ങനെയാണല്ലോ വേണ്ടത്. സകഥം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രദീപമാചരൽ ബ്രഹ്മൻ ഭരതാരാഭിമർശനം. ധർമ്മമര്യാദകളെ ഉപദേശരൂപേണ ലോകത്തിൽ പരത്തുന്നതും അനുഷ്ഠിച്ച് കാട്ടിക്കൊടുക്കുന്നതും അവയെ വിരോധിക്കുന്ന ദുഷ്ടന്മാരെ സംഹരിച്ച് ധർമ്മകാര്യങ്ങൾ രക്ഷിക്കുന്നതും ഭഗവാന്റെ അവതാര പ്രയോജനമാണല്ലോ. അങ്ങനെയിരിക്കെ ധർമ്മസ്ഥാപനത്തിനായി അവതരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പരതാരങ്ങളെ സ്വീകരിക്കുക എന്ന ഈ മഹാസാഹസ രൂപമായ അധർമ്മം ആചരിക്കാൻ എന്താ കാരണം? ഭഗവാൻ പരസ്ത്രീ സംഘം ചെയ്തത് ഉദാഹരണമാക്കി ലോകവാസികളൊക്കെ ഈ അധർമ്മ പ്രവൃത്തിയിൽ രമിച്ചു തുടങ്ങില്ലേ? അപ്പൊ ഇതിനെ വിഷപാനത്തെക്കാൾ ഘോരമായ പാപമാണെന്ന് പറയണം. അപ്പൊ അതാണ് മഹാരാജാവ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള ഭഗവാൻ തന്നെ ഇങ്ങനെ ചെയ്തുല്ലോ, അപ്പൊ പിന്നെ നമുക്ക് ചെയ്താലെന്താ എന്ന് വിചാരിച്ചിട്ട് ജനങ്ങൾ മുഴുവൻ ആ വിഷപാനം കൊണ്ട് എന്താ, പാപം ചെയ്തവർ മുഴുവനും ആ പാനം ചെയ്തവർ മുഴുവനും മരിക്കും അല്ലേ? അപ്പൊ ഈ പാപം കൊണ്ട് ലോകം മുഴുവനും നശിക്കില്ലേ? അതാണ് പരീക്ഷിത് മഹാരാജാവിന്റെ സംശയം. ആപ്തകാമോ യദുപതി കൃതവാൻ വൈ ജുഗുപ്സിതം കിം അഭിപ്രായേതം നഷ്ടയം ചിന്തി സുബ്രത. ഭോഗങ്ങളിൽ തൃപ്തിപ്പെടാൻ ഓരോ മനോരഥ സാധ്യത്തിനായിട്ട് അധർമ്മം ആചരിക്കും. യാതൊരു ആഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് ആപ്തകാമനായ ഭഗവാൻ ലോകം നിന്ദിക്കുന്ന ഈ അധർമ്മം ചെയ്തതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സംശയമുള്ളത് ബ്രഹ്മനിഷ്ഠനായ അവിടുന്ന് കരുണയോടെ തീർത്തു തരണേ എന്ന് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കണു പരീക്ഷിത് മഹാരാജാവ്. രാസക്രീഡ കേൾക്കാൻ അധികാരികളല്ലാത്ത ആ വിഷയലോലുപന്മാർക്കുണ്ടാവുന്ന ആ സംശയത്തെ തീർത്ത് അവരെയും രക്ഷിക്കാനായി രാജാവ് ചെയ്ത ചോദ്യമാണത്. എല്ലാവരും അങ്ങനെ വിചാരിക്കും അല്ലെ, ഇതിനെപ്പറ്റി അറിഞ്ഞൂടാത്തവർക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന ബഹുവചനം ഉപയോഗിച്ചു. ശ്രീ ശുകബ്രഹ്മർഷി അതിന് മറുപടി പറയണു. അത് നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.